ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ തന്നെ തിരഞ്ഞെടുത്തിട്ടാട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, ഞാനിത് ഇവിടെ കുറച്ച് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയായാലും ഇതേപോലത്തെ കുത്തരി കുഞ്ഞരി ഉണ്ടാവില്ലേ, കഞ്ഞിയൊക്കെ വയ്ക്കുന്ന അരി ആണെങ്കിലും ഏത് അരി ആണെങ്കിലും അത് കുറേ കാലമൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പം അതിൻ്റെ അകത്തേക്ക് കുത്തനും പുഴുക്കളും അരി കട്ട പിടിച്ച് പോവുകയൊക്കെ ചെയ്യും. ഇത് ഏകദേശം ഈ ഒരു രീതിയിലുള്ള പ്രാണികളാണ് മിക്കവാറും അരിൻ്റെ അകത്ത് അധികവും കണ്ടുവരുന്നത്. അപ്പോൾ ഞാനത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച പൊടിയരിയാണ് കേട്ടോ. കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പൊടിയരി കിട്ടാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7 മാസമായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഓണത്തിന് നാട്ടിൽ പോകണം. അതുവരെ ഇത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇതിലേക്ക് ഇങ്ങനത്തെ കറുത്ത പ്രാണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറുത്ത പ്രാണീനെ പോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് ഈ ഒരു അരിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ അതിൻ്റെ അകത്തേക്ക് എല്ലാം എടുത്തെത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ ചുറ്റുമായിട്ടൊന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇതിനെ നമ്മൾ കളയാൻ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കൊണ്ടായുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ചുറ്റുമായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ തടവി കൊടുക്കുക. ഇത് ഈ ഒരു അരിയിൽ പ്രാണി ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അതിന് മാത്രമാണ് വെളിച്ചെണ്ണ തേക്കേണ്ടത്. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ അങ്ങനത്തെ പ്രാണികളൊന്നും ഇല്ലാത്ത അരിയൊക്കെ വീട്ടിലുണ്ടാവില്ലേ, ഈ ഒരു അരിയിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തത്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ ഒരു അരിൻ്റെ അകത്തേക്കൊന്ന് ആഴ്ത്തി വെച്ച് കൊടുക്കുക. അരിയുടെ അടിഭാഗത്തേക്ക് എത്തുന്ന രീതിയിലേക്കൊന്ന് ആഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രാണികളോ അല്ലെങ്കിൽ പുഴുക്കളോ അരി കട്ട പിടിച്ച് പോവോ ഒന്നുമില്ല കേട്ടോ. ഇതല്ലെങ്കിൽ 2-3 ഗ്രാമ്പൂവിൻ്റെ ഇത് ഇട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ ആര്യവേപ്പില അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ അരിൻ്റെ അകത്തേക്കൊന്നും വരില്ല. കുത്തനുള്ള അരി വീട്ടിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കളയുക. അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രാണികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിലും അത് വന്ന് നിറയുവേ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഈ ഒരു പ്രാണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ കുറേ അധികം മുട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ കേടായി പോകും. അങ്ങനെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാനത് കഷ്ണം നമ്മുടെ ഡബിൾ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മുട്ടേൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം നോക്കിയിട്ട് ഈ ഒരു നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഡബിൾ ടേപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ട കുറേ കാലം കേടുകൂടാതിരിക്കും കേട്ടോ. അതേപോലെ മുട്ട നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം വിട്ടിട്ട് വെക്കുക കേട്ടോ, അടുപ്പിച്ച് വെക്കാതെ. അപ്പോൾ അത് കുറേ കാലം കേടുകൂടാതിരിക്കും. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞൊരു പേസ്റ്റിൻ്റെ മൂടിയും അതേപോലെ തന്നെ ഒരു വലിയൊരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിന് ഈ ഒരു വലിയൊരു മൂടിക്ക് നിറയെ ഹോൾസ് വെച്ച് കൊടുക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഡബ്ബ ഉണ്ടാവില്ലേ, അതിൻ്റെ മൂടി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മൂടിക്ക് നിറയെ ഹോൾസ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ മൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പറ്റിച്ച് വെച്ച് കൊടുക്കുക. ഇത് നേരെ നമ്മളെ കിച്ചൺ സിങ്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകുന്ന കറിവേപ്പിലയും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് തങ്ങി നിൽക്കും. അപ്പം സിങ്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്കായി പോകുന്നില്ല കേട്ടോ. എപ്പോഴും സിങ്ക് ബ്ലോക്കായി പോയാൽ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കണം, അയാൾക്ക് പൈസ കൊടുക്കണം. അതുമാത്രമല്ല, ഈ ഒരു സിങ്ക് നമുക്ക് എപ്പോഴും അടുക്കളയിൽ വീട്ടമ്മമാർക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു കിച്ചൺ സിങ്ക്. പാത്രം കഴുകാനും എടുക്കാനും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സിങ്ക് ഒരു ദിവസം ഒന്ന് ചീത്തയായി പോയാൽ, ബ്ലോക്കായി പോയാൽ അതൊന്ന് മാറ്റണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു പേസ്റ്റിൻ്റെ മൂടിയും എന്തെങ്കിലും വേറൊരു മൂടി എടുത്തിട്ട് നിറയെ ഹോൾസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകുന്ന കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് തങ്ങി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ദോശയ്ക്കും അല്ലെങ്കിൽ വെള്ളയപ്പത്തിനൊക്കെ അടിക്കുമ്പം ചോറൊക്കെ തീർന്നു പോയി, ചോറില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. ചോറിന് പകരമായിട്ട് നമുക്ക് അവൽ ഉപയോഗിക്കാം കേട്ടോ. ചോറ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചുടുന്നതിനെക്കാട്ടും നല്ലൊരു പദമൊക്കെ ഉണ്ടാവും, സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു അവൽ ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ചുടുമ്പം. അപ്പോൾ ചോറിന് പകരമായിട്ട് നമുക്ക് അവൽ ഉപയോഗിക്കാം. ഈ ഒരു അവൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അത് ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റുമാണ്, നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ ആകുമ്പോഴേക്കും ഈ ഒരു മാവൊക്കെ നന്നായിട്ട് ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം പതഞ്ഞ് പൊങ്ങിയിട്ട് വരികയും ചെയ്യും. ദോശയായാലും ഇഡ്ഡലി ആയാലും നല്ലൊരു രസമാണ് കേട്ടോ കഴിക്കാനും. ഇതേപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ ദോശയ്ക്കും അല്ലെങ്കിൽ ഇഡ്ഡലിക്കും അല്ലെങ്കിൽ വെള്ളയപ്പത്തിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാർ ഇതേപോലെ ആയിരിക്കും. ഇത് പിന്നെ കഴുകിയെടുക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട കറക്കുക. അപ്പോൾ അത് അതിൻ്റെ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ പോയിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ.
അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ഫ്രീസറിലേക്കാണ് കേട്ടോ കൊണ്ടുവെക്കുന്നത്. ചിരട്ടയാകുമ്പോൾ ഫ്രീസറിൻ്റെ അധികം കറക്റ്റ് നിൽക്കാത്തതിനെ കൊണ്ട് 2 മൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു 2 ചിരട്ട കാരണം നമ്മൾ വീട്ടിലെ കറണ്ട് ബില്ല് നല്ലോണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പം നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് നല്ല രീതിക്ക് തന്നെ കൂടുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പം എയർ പുറത്തേക്ക് പോയിട്ട് ആ ഫ്രിഡ്ജ് വീണ്ടും തണുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കംപ്രൈസർ ഒരുപാട് നേരവും ആദ്യം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. നമ്മൾ ചിരട്ടിയിൽ ഇതേപോലെ വെള്ളം വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസാക്കി എടുക്കുക. പ്ലാസ്റ്റിക് പാത്രത്തിനെക്കാട്ടും കൂടുതൽ നല്ലത് ചിരട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ തൊട്ട് താഴത്തെ ഡോർ സൈഡിൽ എവിടെയെങ്കിലും നമ്മൾ ഐസാക്കി മാറ്റിയിട്ടുള്ള ഈ ഒരു ചിരട്ട വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചിരട്ടയിൽ ഐസാകുമ്പോൾ അത് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ചിരട്ടയിൽ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ വീടായാലും എപ്പോഴെപ്പോഴും ഫ്രിഡ്ജ് തുറക്കും. അങ്ങനെ ഫ്രിഡ്ജ് തുറന്നാലും ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഈ ഒരു ഐസ് കട്ട ഉള്ളതിനെ കൊണ്ട് തന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഈ ഒരു ടെമ്പറേച്ചർ അവിടെ തന്നെ നിലനിൽക്കും കേട്ടോ. അപ്പം ഫ്രിഡ്ജ് അധികം വർക്ക് ചെയ്യാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.